അങ്ങനെ ഈ ചൂടുകാലത്തെ നമ്മൾ മൺചട്ടിക്കകത്ത് തലേ ദിവസം തൈരൊക്കെ ഒഴിച്ച് വെച്ചിരുന്നേ കിടക്കാച്ചി പഴഞ്ചോറിലേക്ക് പോയാലോ. അപ്പോൾ തൈരൊക്കെ ഒഴിച്ച് വെച്ചതാണ്. എങ്കിലും തൈരിനെ ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഈ വേനൽക്കാലത്ത്? നമുക്ക് തൈര് ഇത്തിരി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കുഞ്ഞൻ കാന്താരിയും ചെറിയുള്ളിയും കൂടി ചതച്ച് ഉപ്പിലൊക്കെ ഇട്ടിരുന്നത് ഇങ്ങനെ അതിൻ്റെ മേളിലിട്ട് കൊടുക്കാം. ഒപ്പം നല്ല കിടക്കാച്ചി മാങ്ങാച്ചാർ ഇത്തിരി ഇട്ട് കൊടുക്കാം. കണ്ടോ? പിന്നെ 2 മുള്ളം വറുത്തത് വെച്ച് കൊടുക്കാം. അതായത് പഴയങ്കഞ്ഞിൻ്റെ കൂടെ നല്ല രുചിയാണ് ഉണക്കമീൻ വറുത്തത്. ഉണക്കമീൻ വറുത്ത ഉണ്ടെന്ന് പറഞ്ഞാലും ചിലർക്ക് ഇത്തിരി മത്തിയില്ലെങ്കിൽ ആ കുഞ്ഞൻ ചാള എന്തായാലും നമ്മുടെ കേരളത്തിൽ വലുതാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്നറിയാമോ? കുഞ്ഞമ്മത്തി രാവിലെ തൊട്ട് അന്തി വരെ കുഞ്ഞമ്മത്തി വിൽക്കലാണ്. അപ്പം അതെങ്ങനെ വലുതാകാനാ? എന്തായാലും 400 രൂപയൊന്നും വിലയില്ലല്ലോ. അങ്ങനെ നാടൻ കോഴിമുട്ട വറുത്തത് അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇനി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു തോരനാണ് കേട്ടോ. എപ്പോഴും നമുക്ക് കിട്ടില്ല. എന്താണെന്നറിയാമോ? ഇടിഞ്ചക്കത്തോരൻ. നല്ല മുരിച്ച് മുരുമുരുമരുവോന്ന് എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കറിയൊക്കെ കണ്ടപ്പോൾ തന്നെ ഏറെക്കുറെ കഴിക്കാനായിട്ട് അത്യാവശ്യം നമുക്ക് വയറ് നിറയാനുള്ളതുണ്ടായിന്ന് തോന്നുന്നില്ലേ? നാടൻ കോഴിമുട്ട വറുത്തത്, ഉണക്കമുള്ളം വറുത്തത്, കുഞ്ഞമ്മത്തിക്കുട്ടൻ വറുത്തത്, ഇടിഞ്ചക്കത്തോരൻ, അങ്ങനെ നമ്മുടെ കഞ്ഞിയും മാങ്ങാച്ചാറും തൈരും ചെറിയുള്ളിയൊക്കെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഇവനെ നമുക്ക് നമ്മുടെ പ്ലാവിലയിൽ ഇങ്ങനെ കോരിക്കഴിക്കണ സീനൊന്ന് ഓർത്ത് നോക്കിക്കേ. ദേ ഈ കറിയെല്ലാം കൂട്ടിയിട്ട്. അപ്പോൾ പഴയങ്കഞ്ഞി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? പണം കൊണ്ടേ ക്ലോക്ക് വാങ്ങാം, നേരം വാങ്ങാൻ കഴിയില്ലല്ലോ. പണം കൊണ്ട് പുസ്തകം വാങ്ങാം, അറിവ് വാങ്ങാൻ കഴിയില്ലല്ലോ. പണം കൊണ്ട് രക്തം വാങ്ങാം, എന്നാൽ ആയുസ് വാങ്ങാൻ കഴിയില്ലല്ലോ. പണം കൊണ്ട് പദവി വാങ്ങാം, എന്നാൽ ആദരവ് വാങ്ങാൻ കഴിയില്ലല്ലോ. പണം കൊണ്ട് വീടും വാങ്ങാം, എന്നാൽ വാങ്ങാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. എന്തെന്നറിയാവോ? സ്നേഹമുള്ളൊരു കുടുംബം. ഇന്ന് എല്ലാ വീടുകളിൽ നിന്നും ഒഴിവായി പോയിരിക്കുന്നതാണ്. അതിന് കാരണം ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീ തന്നെയാണ് പാരാന്ന് പറയല്ലേ? മിക്കവാറും അത് തന്നെയാണ്. എന്തിനാന്നേ നമുക്ക് മറ്റൊരു കുടുംബം നശിപ്പിച്ചിട്ട് നമുക്കൊരു ജീവിതം വിട്ടുകൊടുത്തൂടെ? ഉള്ളതും കൊണ്ടൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നല്ലേ അതിൻ്റെ ഒരു ശരി. പുതിയത് അന്വേഷിച്ച് പോയാലും അതങ്ങ് എത്തപ്പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരാളുടെ കണ്ണുനീര് വീണിട്ട് മറ്റൊരാൾ നന്നാവുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് വെറുതെ കേട്ടോ, താൽക്കാലികം മാത്രമായിരിക്കും. അപ്പം നമ്മുടെ ഈ കുഞ്ഞ് കഞ്ഞിയൊക്കെ കുടിച്ച് ഇതൊക്കെ ആസ്വദിച്ചോ? ഇഷ്ടമായോ നമ്മുടെ പഴയങ്കഞ്ഞി? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ ബൈ.